ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ മറ്റാരോടും ഷെയർ ചെയ്യാൻ വേണ്ട. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആരോടും മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞിട്ട് പണി കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ അവരോട് തുറന്നു പറഞ്ഞ് പിന്നീട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് കമന്റ് ചെയ്യുക. ഹായ്, ഞാൻ നിഷ, ലൈഫ് കോച്ച്. നമ്മൾ ഇങ്ങനെ ആ സന്ദർഭത്തിൽ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ വിചാരിക്കും ഷോ പറയേണ്ടേനും, ആ സന്ദർഭത്തിൽ നമുക്ക് പറയേണ്ടി വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ പിന്നീട് ആ കാര്യം പറയേണ്ടേനും മറ്റുള്ളവരോട് എന്നിങ്ങനെ നമ്മൾ പിന്നീട് അത് പറഞ്ഞതുകൊണ്ട് നമുക്ക് നല്ല പണി കിട്ടിയിട്ടും ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ പറയാൻ പാടില്ലാതെ ഒരു കാര്യവും നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. നമ്മൾ സീക്രട്ട് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സീക്രട്ട് ആയിട്ട് തന്നെ വെക്കണം. അത് മറ്റുള്ളവരോട് പറയാൻ ഒരിക്കലും പോരുത്. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടായിരിക്കും നമുക്ക് ദുഃഖിക്കേണ്ടി വരിക. അതുകൊണ്ട് നമുക്ക് നമ്മളെ സീക്രട്ട് കാര്യങ്ങൾ നമ്മൾ ആരോടും പറയാൻ പാടില്ല കേട്ടോ. അത് നമ്മൾ എത്ര വലിയ സുഹൃത്തായാലും നമുക്ക് പ്രിയപ്പെട്ടവരായാലും നമ്മളെ സീക്രട്ട് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സീക്രട്ട് ആയിട്ട് വെക്കണം. നമ്മളത് അവരുമായിട്ട് ഒരിക്കലും ഷെയർ ചെയ്യാൻ വേണ്ട. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നതിന് മുന്നേ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഫ്യൂച്ചറിൽ, അതായത് നിങ്ങൾ ഭാവിയിൽ എന്തെങ്കിലും തുടങ്ങാൻ പോകുന്നെന്ന് വിചാരിച്ചോ, എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ നിങ്ങൾ തുടങ്ങാൻ പോകുന്നുണ്ട് വിചാരിച്ചോ, അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത മാസോ അല്ല മറ്റു കാര്യത്തോ നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടാവും നമുക്ക് ഇങ്ങനെ തുടങ്ങണം. അത് നിങ്ങൾ മറ്റുള്ളവരോടായിട്ട് പറയുമ്പോ അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ എപ്പോഴും ആൾക്കാരുണ്ടാവും അല്ലെ. നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മളെ വളർച്ച നമ്മൾ തടയുക. അപ്പൊ എന്താ ചെയ്യാ, നിങ്ങളിപ്പോ എക്സാമ്പിൾ ആയിട്ട് ഞങ്ങൾക്കും പറയും, നിങ്ങൾ ഒരു ബ്യൂട്ടി പാർലർ വന്നാൽ നിങ്ങൾ വിചാരിക്കുന്നു വിചാരിച്ചോ, ഒരു ഐഡിയ വന്നു എനിക്ക് ഇങ്ങനെ ഒരു ബ്യൂട്ടി പാർലർ. അത് നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവര് ആദ്യം പറയുന്നതെന്ന് വെച്ചാല് വെറുതെ പോണ്ട, ബ്യൂട്ടി പാർലറിൽ ഇപ്പൊ അടുത്തടുത്ത് ഒരുപാട് ബ്യൂട്ടി പാർലർ വെറുതെ പോണ്ട, കൂട്ടിപ്പോണ്ട അല്ലെ, വെറുതെ റിസ്ക് എടുക്കുക, എന്തിനാ ഇത് തുടങ്ങുന്നത് ഒരുപാട് ആളുകൾ മുടക്കാൻ നോക്കും അല്ലെ. ഇങ്ങനെ ഒരു ബ്യൂട്ടി പാർലറാണ് നിങ്ങൾ മുഖത്തതാ വെറുതെ വേണ്ട, മുഖത്തെല്ലാം എന്തെങ്കിലും തേച്ചിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നല്ല പണി റിസ്ക് ആണ് ഇത് എന്ന് പറഞ്ഞ് നമ്മളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. എപ്പോഴും നമ്മൾ വിജയിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ആരും ഉണ്ടാവില്ല അല്ലെ. നമ്മൾ സക്സസിലേക്ക് എത്തുമെന്ന് വിചാരിച്ചിട്ട് അവർ നമ്മളെ അതിൽ നിന്ന് വളർച്ച തടയാനേ അവർ നോക്കുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി ആരോടായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്താ വെച്ചാല് നിങ്ങൾ അത് ഫ്യൂച്ചറിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് അല്ലെ നിങ്ങൾ ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് ആയി കഴിഞ്ഞിട്ട് മാത്രം മറ്റുള്ളവരെ അറിഞ്ഞാൽ മതി. അതിനു മുന്നേ നിങ്ങൾ ഇങ്ങനെ എല്ലാവരോടായിട്ട് പാടി കിടക്കണ്ട. മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങളെ വീക്ക്നെസ് നിങ്ങൾ ആരോടും ഷെയർ ചെയ്ത്, എല്ലാവർക്കും ഒരു വീക്ക്നെസ് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ വീക്ക്നെസ് ഒരിക്കലും ഒരാളോട് ഷെയർ ചെയ്യരുത്. നിങ്ങൾക്ക് പറയാം, എങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് പറയാം, ഒരു കൗൺസിലറോട് നിങ്ങൾക്ക് പറയാം, അതുപോലെ നിങ്ങൾക്ക് ലൈഫ് കോച്ച് ചെയ്യുന്നവരോട് പറയാം, അവരുടെ പേഴ്സണൽ സെഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് അവരോട് കാര്യങ്ങൾ പറയാം. ഇങ്ങനെയുള്ളവരോട് പറഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ കിട്ടും. അങ്ങനെയുള്ളവരോട് മാത്രമേ നിങ്ങളെ വീക്ക്നെസ് നിങ്ങൾ പറയാൻ പാടുള്ളൂ. ഇങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞു നടന്നാൽ നമുക്ക് ഭാവിയിൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് നിങ്ങളെ വീക്ക്നെസ് മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല. ഇനി നാലാമത്തെ പോയിന്റ് പറയുന്നതിന് മുന്നേ എന്റെ ക്ലാസിന്റെ കാര്യം കൂടി ഒന്ന് പറയാം, ഓർമ്മിപ്പിക്കാം. എന്റെ ഗ്രൂപ്പ് കോച്ചിങ് ക്ലാസ് ഇന്ന് സെക്കൻഡ് ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന എന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതുപോലെ പേഴ്സണൽ സെഷനും ഉണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പ് വേണോ അല്ലെങ്കിൽ പേഴ്സണൽ സെഷനോ ഉണ്ട്, ഈ 2 ക്ലാസ്സിലേക്കും പങ്കെടുക്കാൻ വേണ്ടി താഴെ കാണുന്ന എന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ റിലേഷൻഷിപ്പിൽ ഉള്ള പ്രശ്നങ്ങൾ മറ്റാരോടും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. ഇനി ഭർത്താവിന്റെ പ്രശ്നങ്ങളോ എന്റെ ഭർത്താവ് അങ്ങനെയല്ല എന്റെ ഭാര്യ അങ്ങനെ എന്ന് പറഞ്ഞ് നമ്മളെ വീട്ടിലുള്ള നമ്മളെ റിലേഷൻഷിപ്പിൽ ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. നമ്മൾ ആ സമയത്തെ സങ്കടവും അല്ല വിഷമവും ആ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവരോട്, നമ്മളെ ഫ്രണ്ട്സിനോടായാലും നമ്മൾ മറ്റുള്ളവരോടായാലും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പിന്നീട് അവരിൽ നിന്ന് ഒരു 100 കണക്കിനങ്ങളിലേക്ക് പാസ് ചെയ്ത് ആ കാര്യങ്ങൾ പോകും. ചിലപ്പോൾ നിങ്ങളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് തീരുന്നതോ ആയിരിക്കും. പക്ഷെങ്കിൽ അതിനുശേഷം ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ സ്ഥലത്തും നാട്ടിലും
എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പേഴ്സണലായി നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. നിങ്ങൾ പറയുന്ന സമയത്ത് അവര് നിങ്ങളെ കൂടെ നിൽക്കുമായിരിക്കും അല്ലെ, അങ്ങനെ ഇങ്ങനെ അതെല്ലാം പറഞ്ഞാൽ നമ്മൾ നിങ്ങളെ കൂടെ നിൽക്കുമായിരിക്കും. പിന്നീട് അത് മറ്റുള്ളവര് കുടുംബശ്രീ ചർച്ചയും നിങ്ങളുടെ നാട്ടിലെ ചർച്ചയും മൊത്തമായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഈ പ്രശ്നം 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് തീരുമായിരിക്കും. പക്ഷെങ്കിൽ പുറത്ത് മറ്റുള്ള എല്ലാ സ്ഥലത്തും എല്ലാ ആൾക്കാരിലും എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങൾ പുറത്ത് മറ്റുള്ള ആരോടും നിങ്ങൾക്ക് പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ നമുക്കെന്ന് വെച്ചാൽ ഇപ്പൊ ഏട്ടന്മാരോടോ അല്ലെ ചേച്ചി അനിയത്തി അങ്ങനെയുള്ളവരോട് നമ്മൾ വീട്ടിലുള്ള അവരോട് നമുക്ക് പറയാനായി. മറ്റു പുറത്തുള്ളവരോട് നമ്മൾ ഒരിക്കലും നമ്മളെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയിലുള്ള പ്രോബ്ലംസ് അല്ലെ. നമ്മളെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ ഏട്ടനനിയന്മാരായിരിക്കാം, ചേച്ചിയനിയത്തായിരിക്കാം, അച്ഛനും അമ്മയും മക്കളും തമ്മിലായിരിക്കാം പ്രശ്നങ്ങൾ. ഇപ്പൊ ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരുടെ സ്വഭാവം ഒരുപോലെ ആയിരിക്കില്ല, എല്ലാവരും വ്യത്യസ്തമായിരിക്കും അല്ലെ. അപ്പൊ അതിൽ ചെറിയ പിന്നെ എന്താ പറയാ വെച്ചാല് ചെറിയ തുടക്കങ്ങളോ ചെറിയ വാക്കുകൾക്കോ ഇതെല്ലാം ഉണ്ടാവുമായിരിക്കും ഒരു വീട്ടിൽ എന്ന് വെച്ചാല് അല്ലെ. ഒരു കുടുംബത്തിൽ അങ്ങനെയുള്ളവരും ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് ഒരിക്കലും നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ വിളിച്ചു പറയോ നമ്മൾ സംസാരിക്കോ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ പരസ്പരം ഉള്ളിൽ തന്നെ അത് തീരുമായിരിക്കും. പുറത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ നാട്ടുകാരോടോ അല്ലെ മറ്റുള്ളവരോടോ നമ്മൾ ഒരിക്കലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനേ പാടില്ല. എന്നുവെച്ചാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവർ ചിരിക്കുകയുള്ളൂ, നാട്ടുകാരും എല്ലാവരും ചിരിക്കുകയുള്ളൂ. ഇതിനെ അവരോട് പറഞ്ഞിട്ട് വരും. അപ്പൊ നമ്മളെ വീട്ടിലെ കാര്യം വീട്ടിൽ തന്നെ ഒതുങ്ങി നിൽക്കണം. മറ്റുള്ളവരോട് നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല നമ്മളെ വീട്ടിലെ പ്രശ്നങ്ങൾ. അപ്പോ ഈ 5 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും ഈ 5 കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല. അത് എത്ര അടുത്ത കൂട്ടുകാരാവട്ടെ, എത്ര പ്രിയപ്പെട്ടവരായിക്കോട്ടെ, ആരോടും ഈ 5 കാര്യങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല കമന്റ് ചെയ്യുക.